പുന്നൂർകുളത്തെ സ്മാർട്ടായ അംഗൻവാടിയിലേക്ക് കുരുന്നുകൾക്ക് എത്തണമെങ്കിൽ ചളിവെള്ളം ചാടിക്കടക്കണം. 5 വർഷമായിട്ടും റോഡ് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പഞ്ചായത്ത് അധികൃതർ. പി ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഞ്ചായത്ത് വാർഡാറിലെ 22ാം അംഗൻവാടിയിലേക്ക് കുരുന്നുകൾക്ക് എത്തണമെങ്കിൽ ദുരിതങ്ങൾ ഏറെയാണ്. ഇതുമൂലം രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞുവിടാൻ വിസമ്മതിക്കുന്ന അവസ്ഥയിലാണുള്ളത്. മാറഞ്ചേരി സ്വദേശിയായ ഹഫ്സയാണ് 2020-ൽ അംഗൻവാടിക്ക് വഴിയടക്കം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത്. പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം, ഉപ്പുങ്ങൽ, AEO എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുരുന്നുകൾ ഈ അംഗനവാടിയിലെത്താറുണ്ട്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ അംഗനവാടിയിലേക്ക് വരുന്ന വഴിക്ക് അരികിലുള്ള കാനയിലേക്ക് വെള്ളം പൊട്ടിയൊലിച്ച് വഴിയിൽ ചാലുണ്ടായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. മഴ പെയ്തതോടുകൂടി വഴിയിൽ ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവിടുന്ന അമ്മമാർക്ക് ടാറിട്ട റോഡ് വരെ മാത്രമാണ് വരാൻ കഴിയുന്നത്. പിന്നീട് കുട്ടികളെ മറ്റുള്ളവരുടെ വീട്ടുപറമ്പിലൂടെ കയറ്റിയിറക്കിയാണ് കൊണ്ടുവരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2020-ൽ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനത്തിൽ തോടുകെട്ടാൻ 5 ലക്ഷവും റോഡിൽ കട്ടവിരിക്കാൻ 5 ലക്ഷവും വകയിരുത്തിയിരുന്നു. എന്നാൽ പുതിയ ഭരണസമിതി അംഗനവാടി റോഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. നിലവിൽ വഴിക്കിരുവശവും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. കുരുന്നുകൾക്ക് കുത്തിവെപ്പിനും തുള്ളിമരുന്നുകൾ നൽകുന്നതിനും വരുന്ന ആരോഗ്യ ജീവനക്കാർ മീറ്ററുകൾ അപ്പുറമുള്ള ടാർ ചെയ്ത റോഡിൽ നിർത്തിയാണ് അംഗനവാടിയിലേക്ക് വരുന്നത്. ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടാണുണ്ടാവുന്നത്. ഇതിനുശേഷം ടെൻഡറെടുത്ത പല റോഡുകളുടെയും നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. നിരവധി തവണ മെമ്പർ അടക്കമുള്ളവരോട് പറഞ്ഞിട്ടും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞാൻ ഈ വാർഡിന്റെ മുന്നത്തെ നമ്പറായിരുന്നു. ഞാനുള്ളപ്പോൾ പാസ്സായതാണ് ഈ നഴ്സറി പാസ്സായത്. അപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ റോഡ്. ഇതുവരെ ഈ റോഡിനൊരു തീരുമാനം ഉണ്ടായില്ല. പറയുന്നത് ഇപ്പോൾ വേറൊരാളുടെ പ്രശ്നമായിട്ട് അവരൊന്നും ഇപ്പോൾ പ്രശ്നത്തിലില്ലാന്ന് പറയുന്നു. 10 ലക്ഷം രൂപ ഞാനുള്ളപ്പോൾ തോടായ കാരണം 5 ലക്ഷം തോട് കെട്ടാനും 5 ലക്ഷം കട്ട എടുക്കാനും. പിന്നീടത്തെ മെമ്പർ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ലാപ്സായി പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തോടിന്റെ കാരണം ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. നമ്മള് നഴ്സറിക്ക് പോണ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവരൊക്കെ ഇപ്പോഴും ഇന്നോട് പറയും. ഞാൻ പറയും നിങ്ങള് കാര്യപ്പെട്ടവരോട് പറയുമെന്ന് ഞാൻ പറയാറുണ്ട്.